സാധാരണ മനുഷ്യർക്ക് കുറഞ്ഞ പക്ഷം ദൈവത്തിനെങ്കിലും ഭയമുണ്ടാകും. രാഷ്ട്രീയക്കാരന്റെ വെളുത്ത കുപ്പായത്തിനുള്ളിൽ കയറിയാൽ അതും ഉണ്ടാകില്ല എന്നറിഞ്ഞ് കേരളം തരിച്ചുപോയത് അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുത്ത സഖാക്കളുടെ തൊലിക്കെട്ട് കണ്ടപ്പോഴാണ്. തിരഞ്ഞെടുപ്പെടുത്തതോടെ അയ്യപ്പ കോപത്തെക്കാൾ വലുതാണ് വോട്ടേഴ്സിന്റെ കോപം എന്നുള്ള തിരിച്ചറിവിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ തള്ളിയും കുറ്റമാരോപിച്ചും തങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കന്മാരൊക്കെ തടിതപ്പി. ഇനിയൊന്ന് പാർട്ടിയെ അലക്കി വെളുപ്പിക്കണമെങ്കിൽ പുതിയ അജണ്ട ഇറക്കി കളിക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നോടിയായി ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദം കത്തി നിൽക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും അംഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. PD സന്തോഷ് കുമാറാണ് മൂന്നാമത്തെ അംഗം. ഏറെ നിർണായകമായ സമയത്താണ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതെന്നും നിലവിലെ വിവാദങ്ങളുടെ പേരിൽ ബോർഡിന്റെ വിശ്വാസ്യതയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യം ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുമെന്നും ജയകുമാർ പറഞ്ഞു. ഇപ്പോഴത്തെ വിവാദം വിശ്വാസികൾക്കിടയിൽ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കാൻ അനുവദിക്കില്ല. മോശമായ കാര്യങ്ങൾ അവിടെ നടക്കാൻ ഇടയായതിന് കാരണമായത് നടപടിക്രമങ്ങളിലെ പഴുതുകളാണ്. സമീപനങ്ങളിലെ ചില വൈകല്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവർത്തിക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ. ഇനി ആകെയുള്ള തങ്ക ആഭരണങ്ങൾ കൂടി കണ്ണുവച്ചിട്ടാകാതിരുന്നാൽ മതി എല്ലാവരും കൂടി ശുദ്ധീകരണം നടത്തുന്നത് എന്നാണ് പൊതുജനാഭിപ്രായം.